കണ്ടു. പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ അച്ഛനോട് അകൽച്ച കാണിക്കുന്നതും മിണ്ടാതിരിക്കുന്നതും ഒക്കെ അച്ഛന് വലിയ സങ്കടമാണെന്നൊക്കെ എനിക്ക് അറിയാം. അതൊക്കെ ഓർത്തപ്പോ എനിക്ക് അച്ഛനെ കാണണമെന്ന് തോന്നി, അടുത്ത് ചെന്ന് ഇരിക്കണമെന്ന് തോന്നി. അല്ല, അതിനമ്മാവനോടില്ലല്ലോ. അച്ഛൻ ഇവിടെ ഇല്ലെങ്കിലും അച്ഛന്റെ മുറിയില് അച്ഛന്റെ ഗന്ധമുണ്ട്. ആ കട്ടില് കുറച്ചു നേരം ഇരുന്നപ്പോ അച്ഛൻ അടുത്തുള്ളതുപോലെ തോന്നി. ഇപ്പൊ മനസ്സിനൊരു ആശ്വാസമുണ്ട് രഘുവേട്ടാ. അല്ല, അപ്പൊ അത്രേ ഉള്ളൂ നിന്റെ കാര്യം. ഇനിയെങ്കിലും നീ ഗർവിന്റെ മുഖം മൂടി ഒന്ന് അഴിച്ചു വെക്കാൻ പ്ലീ. നിനക്കത് ചേരൂല. പ്രത്യേകിച്ച് അച്ഛനും പോലും നിനക്ക് അഭിനയിക്കാൻ തീരെ പറ്റൂല. ശരി രഘുവേട്ട, അച്ഛൻ്റെ അടുത്ത് ഞാനിനി അകൽച്ച കാണിക്കാതിരിക്കാൻ ശ്രമിക്കാം. രഘുവേട്ടൻ വാ, എനിക്കൊന്ന് കിടക്കണം. ശരി, നീ ചെല്ല്. അല്ല, നീ എന്താ ഇവിടെ നിൽക്കുന്ന? ഇന്ന് തയ്ക്കാനൊന്നുമില്ലേ? ഒന്നിനും തോന്നില്ല രഘുവേട്ട, നല്ല തലവേദന. ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ല അല്ലേ? രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു. ചീരുവിനെ മക്കളെയും കൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആന്തൂറ്റി, ചീരു ഡെലിവറി കഴിയുന്നവരെ അനുവിന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ തീരുമാനം മാറ്റിയത്? അറിയില്ല. അച്ഛന് രഘുവേട്ടന്റെ കാര്യത്തിൽ ടെൻഷനും ഉണ്ടാവും. അച്ഛൻ വരുമ്പോ രഘുവേട്ടൻ ഇവിടെ ഉണ്ടാവണമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ ഇന്നത്തോട്ട് മുടങ്ങുമല്ലോ.